ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആരടുത്ത് പറയാനാ? ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ബുദ്ധിമുട്ടാതെ ഒഴിവാക്കേണ്ടതാണ്. എപ്പോഴും ആവശ്യമില്ലാതെ റോഡ് ക്ലോസ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല, ഏത് ഭാഗത്തുനിന്നും ഉണ്ടായാലും. ഭയങ്കര പ്രശ്നമാണ്. നമുക്കൊന്നും വണ്ടി ഇത് വൺ വേ ആണ്. ഇപ്പോൾ 2 വേ ആക്കി എന്തോ പാർട്ടി പരിപാടിക്ക് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നവർ. അറിയാൻ പറ്റില്ല വെച്ച് നമുക്ക് വണ്ടി ഇപ്പോഴേ ബ്ലോക്കാണ്, ഇനി കുറേ നല്ല ബ്ലോക്കാവും. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിൽ വഞ്ചിയൂരിൽ ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷൻ്റെയും മുന്നിലെ പൊതു റോഡ് കൊട്ടിയടച്ച് CPM പാളയം ഏരിയ സമ്മേളന പൊതുയോഗത്തിൻ്റെ വേദിയാക്കി. നടു റോഡിലാണ് സ്റ്റേജ് പണിതിരിക്കുന്നത്. പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്ത ശേഷം സ്റ്റേജിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറുന്നു. ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റേജ് നിർമ്മാണത്തിന് പോലീസ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. മൈക്കിനോ സ്റ്റേജ് നിർമ്മാണത്തിനോ ഉള്ള അനുമതി വാങ്ങാതെയാണ് കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടും മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടും കോടതിയുടെയും പോലീസിൻ്റെയും കൺമുന്നിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഈ കോപ്രായങ്ങൾ. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. നിങ്ങൾ എന്നെ പെരുവഴിയിൽ ആക്കിയില്ലേ? BJP വക്താവ് യുവരാജ് ഗോകുൽ, സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ്, റിട്ടയേർഡ് IPS ഓഫീസർ സക്കറിയ ജോർജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. യുവരാജ്, പൊതു റോഡുകൾ കയ്യേറരുത്, പൊതുഗതാഗതം തടസ്സപ്പെടുത്തരുത്, റോഡിൽ കമാനങ്ങളോ ഫ്ലക്സുകളോ പാടില്ല, ഹൈക്കോടതി വിധികളേറെയുണ്ട്. ഇതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാണ് CPM പരിപാടികൾ. ഇതിലൊക്കെ ഉപരി മനുഷ്യാവകാശ ലംഘനവും, ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഹനിക്കപ്പെട്ടത്. അതിൽ നടപടിയെടുക്കേണ്ട പോലീസാണ് സ്റ്റേജ് നിർമ്മാണത്തിന് കുട പിടിച്ചു കൊടുക്കുന്നത്. സഖാക്കന്മാരെ കണ്ടാൽ സകലതും മറന്ന് വിടുപണിയെടുക്കുന്ന പോലീസ്. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയാത്തതുകൊണ്ട് പഞ്ചപുച്ഛമടക്കി ഇതെല്ലാം കണ്ടു നിൽക്കണമെന്നാണോ യുവരാജ്? നമ്പ്യാർജി, ഇതിനകത്ത് ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നാണ് അവർ നാടകം അവതരിപ്പിക്കുന്നത്. അവർക്ക് ആദ്യം ഉണ്ടാകേണ്ടത് നിങ്ങൾക്കൊരല്പം വകതിരിവ് എന്നൊരല്പം ഒരു നാടകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠന ക്ലാസ്സോ ഒക്കെ അവർക്ക് എടുത്തു കൊടുക്കേണ്ടതാണ്, കുറച്ച് വകതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വഞ്ചൂരിലാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ വഞ്ചൂർ ഇപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന ആൾക്കാർക്ക് വഞ്ചൂരിനെ കുറിച്ച് നിശ്ചയം ഉണ്ടാവും, മറ്റ് ജില്ലകളിലുള്ളവർക്ക് അറിയണം എന്നില്ല. ഈ വഞ്ചൂർ എന്ന് പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 500 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം 1 കിലോമീറ്റർ മാത്രം മാറി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ അയ്യപ്പ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ, വൃശ്ചിക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും വണ്ടികളുടെ ബഹളമാണ്. ഒന്നാമത് അവിടുത്തെ റോഡുകൾ കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഈ ആൾക്കാർ ഇടവഴികൾ മാറിക്കേറിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആശ്രയിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന വഞ്ചൂരാണ്. 1. 2, ആയുർവേദ കോളേജ് എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ട്. വലിയ കോളേജാണ് ആയുർവേദ കോളേജ് എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടേക്കുള്ള രോഗികൾ പോകുന്നത് ഈ പറയുന്ന വഞ്ചൂരിൻ്റെ ഒരു 500 മീറ്റർ മാറിയാണ് അതിരിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റൽ വരുന്നത് ഈ വഞ്ചൂർ ഈ പറയുന്ന റോഡിൽ നിന്ന് 200-250 മീറ്റർ മാറി മാത്രമാണ് വരുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് രോഗികൾ പോകുന്നത് ഇതുവഴിയാണ് പോകുന്നത്. ഹോൾ ഏഞ്ചൽസ് പോലുള്ള സ്കൂളുകൾ അവിടെ ഇരിക്കുന്നു. ഗോവിന്ദൻസ് എന്ന് പറയുന്ന, അത് പ്രധാനമായിട്ട് ഈ ഗോവിന്ദൻസ് ഹോസ്പിറ്റൽ ഈ പറയുന്ന ഡെലിവറി പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അത്രയും അത്യാവശ്യപ്പെട്ടിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇത്രയും മർമ്മപ്രധാനമായ ഒരു സ്ഥലമെന്ന് മാത്രമല്ല, കോടതിയുടെ മൂക്കിൻ്റെ തുമ്പിൽ, അതായത് ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന റോഡിൻ്റെ ഒരു മതിലെന്ന് പറയുന്നത് തിരുവനന്തപുരം വഞ്ചൂർ ജില്ലാ കോടതിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ ഏമാമാരുടെ മൂക്കിൻ്റെ തുമ്പത്ത് ഇതേ മതിലിൽ ചേർന്നിട്ട് തന്നെയാണ് എന്തിരിക്കുന്നത്, വഞ്ചൂർ പോലീസ് സ്റ്റേഷനും ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലം. ഇത് മാത്രമല്ല, ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ മാറി മാത്രമാണ് തിരുവനന്തപുരം എയർപോർട്ട് ഇരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ കോട്ടയ്ക്കകത്തെ ബ്ലോക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അതുവഴി കയറി ഈ വഞ്ചൂർ വഴി പേട്ടയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ
ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പം നിങ്ങൾ ആൾക്കാരെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരല്പം വകതിരിവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പഠന ക്ലാസ് നിങ്ങളുടെ സഖാക്കൾക്ക് എടുത്തു കൊടുക്കുന്നതായിരിക്കും ഗോവിന്ദൻ മാസ്റ്ററെ നാട്ടുകാർക്ക് കുറച്ചുകൂടി നല്ലത് എന്ന് മാത്രമാണ് തുടക്കത്തിൽ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. സക്കറിയ സാറേ, കോടതിക്കും പോലീസിനും മുന്നിലാണ് ഈ സ്റ്റേജ് പണിതിരിക്കുന്നത്. അല്പം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് CPM പാളയം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നാടകം ആരംഭിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഇന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ്. പോലീസിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ശംഖുമുഖം അസിസ്റ്റൻറ്റ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് മൈക്ക് പെർമിഷൻ വാങ്ങിയിട്ടില്ല, അതുപോലെ ഈ സ്റ്റേജ് നിർമ്മാണത്തിനുള്ള പെർമിഷനും വാങ്ങിയിട്ടില്ല. പക്ഷേ വഞ്ചിയൂർ പോലീസ്, ആ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ കലാപരിപാടികളൊക്കെ അരങ്ങേറിയത്. വഞ്ചിയൂർ പോലീസ് ആണ് ആ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തിക്ക് പോലീസ് തന്നെ കൂട്ടുനിൽക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്കാണ് ഇന്ന് തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിച്ചത്. പ്രതികരിക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ്. ആ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരും അതുപോലെ ഒരു സ്കൂട്ടർ യാത്രക്കാരും മാത്രമേ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചുള്ളൂ. ഇതാണ് അവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(1)(d) പറയുന്നുണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സിറ്റിസൺസ് ഹാവ് ദ ലിബർട്ടി ടു മൂവ് വിത്തിൻ ദ കൺട്രി, റിസൈഡ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് സെറ്റിൽ ഇൻ എനി പ്ലേസ് ഓഫ് ദെയർ ചോയ്സ്. ഇത്രയും മഹത്തരമായിട്ട് ഇന്ത്യൻ ഭരണഘടന പറയുമ്പോൾ ഈ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഈ റോഡിൽ കൂടി ആൾക്കാർ പോകുന്നത് തടയാൻ ആർക്കിവിടെ അവകാശമുണ്ട്, അധികാരമുണ്ട്? അടുത്തത് അനിൽ കെ നരേന്ദ്രൻ സാറും PG അജിത് കുമാർ സാറിന്റെയും കൂടെ ഒരു സുമോട്ടോ പെറ്റീഷൻ ഉണ്ടായിരുന്നു 2022. അതിനകത്ത് പറയുന്നുണ്ട്, no political party, organization or trader can be permitted to encroach upon the footpaths or right of way of public roads. അപ്പൊ ഇത് കോടതിയുടെ വിധിക്ക് എഗൻസ്റ്റ് ആണ്. In connection with any protest, demonstration or trade by erecting any temporary structures on the right of way on the pedestrian facilities or by stocking articles or articles for trade forcing pedestrians, including those with disabilities and reduced mobility, to walk in unsafe circumstances. ഇത് വെച്ചേക്കുന്നത് ഭരണഘടനയ്ക്ക് എതിരാണ്. കാര്യം ജനങ്ങൾക്കുള്ള ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇത് കട്ടേൽ ചെയ്യുക. അതുപോലെ തന്നെ BR കപൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി അതിനകത്ത് വ്യക്തമായി 27ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം ലെക്സ്, ദ പാരമൗണ്ട് ലോ ഓഫ് ദ ലാൻഡ്, and there is no department or branch of government above or beyond it. ഭരണഘടന ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇത് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്ക് റോഡ് പോലെ ആയെന്ന്. അപ്പൊ ന്യൂയോർക്കിലെ റോഡുകൾ പോലെ നമ്മുടെ കേരള റോഡായെങ്കിൽ ന്യൂയോർക്കിൽ ഇതുപോലെ റോഡില് കെട്ടുമെന്ന് അടുത്ത പ്രാവശ്യം അദ്ദേഹം ന്യൂയോർക്കിലോ US ചികിത്സയ്ക്കൊക്കെ പോകുമ്പം അദ്ദേഹം ഒന്ന് കണ്ണു തുറന്ന് നോക്കണം. ഇതൊക്കെ നിയമവിരുദ്ധമല്ലേ? പൗരന്റെ അവകാശം ചെയ്യണമല്ലോ, അത് പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ഇവിടെ ചെടിച്ചട്ടി ഹെൽമെറ്റും കൊണ്ട് അന്നൊരു നവ കേരള യാത്രയ്ക്ക് പ്രതിഷേധിച്ചവരെ ചട്ടി കൊണ്ട് അടിച്ചേച്ച് പറഞ്ഞ് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഹൈക്കോടതിയും പറഞ്ഞ് കരിങ്കൊടി കാണിക്കുന്നത് പ്രതിഷേധമായി കാണണമെന്ന്, സഹിഷ്ണുത പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹിഷ്ണുതയില്ല, അസഹിഷ്ണുത പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഇതെല്ലാം അവർക്ക് തോന്നുന്ന രീതി, ഇന്ത്യ ഇവർക്ക് പാർട്ടിക്കാർക്ക് കുത്തെഴുതി കൊടുത്തു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഇവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവർക്ക് ഭരണഘടനാ മൂല്യങ്ങളെ, ഇപ്പൊ ഈയിടയ്ക്ക് തന്നെ നമ്മൾ ഭരണഘടനയുടെ 75ാം വാർഷികങ്ങളൊക്കെ ആഘോഷിച്ചതല്ലേ. നമ്മൾ ഈ മൂല്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. വി ഷുഡ് ഓൾവേസ് പ്രാക്ടീസ് വാട്ട് വി പ്രീച്ച്. നമ്മൾ പറയുന്നത് പ്രവർത്തിക്കണം. പിന്നെ എന്താണ് നേതാ തഥാ അണികൾ ഇങ്ങനെയൊക്കെ കാണിക്കും നേതാക്കൾ ഇങ്ങനെ ആകുമ്പോൾ. അപ്പൊ ഇവർക്കൊന്നും ഭരണഘടനാ മൂല്യങ്ങളില്ല. സത്യം പറഞ്ഞല്ലേ, ഇവർ ഭരണഘടനയുടെ ഫസ്റ്റ് പേജ് പോലെ ലാസ്റ്റ് പേജ് പോലെ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സജി ചെറിയാന്റെ കേസ്
കുന്തവും കുടച്ചക്രവും അതൊന്നും പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യമില്ലല്ലോ സർ. അല്ലല്ല മന്ത്രി പോലും പറഞ്ഞിരിക്കുകയല്ലേ ഇതൊക്കെ കുന്തവും കുടച്ചക്രമാണെന്ന്. പിന്നെ എന്തിനാ അല്ല അതിനപ്പുറമാണ് കാര്യം. ഈ കേസ് ഹൈക്കോടതി വന്നപ്പോഴേ അവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ കേസിന് വേണ്ടി വാദിച്ചപ്പം പറഞ്ഞു നമ്മുടെ മന്ത്രിമാർക്കൊന്നും വിദ്യാഭ്യാസ നിബന്ധനയൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ട് അദ്ദേഹം പതുക്കെ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ മന്ത്രിമാർക്ക് വലിയ വിവരമൊന്നുമില്ല, അവരിങ്ങനെയൊക്കെ പറയുന്നു. അതൊന്നുമല്ല പോകണ്ടേ. അപ്പം ബെച്ചുകുര്യൻ സാറ് ചോദിച്ചു നമ്മുടെ മന്ത്രിമാർക്കൊക്കെ വിദ്യാഭ്യാസം വേണ്ടേന്ന്. കാര്യം 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇവർക്ക് ഈ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങളും ബാക്കിയുള്ള അവകാശങ്ങളെ സംരക്ഷിക്കാനും ഒന്നും ഇവർക്കില്ലെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നില്ല, വിവേകം, വകതിരിവ്. നേരത്തെ യുവരാജ് പറഞ്ഞല്ലോ, കുറച്ചെങ്കിലും അല്പമെങ്കിലും വകതിരിവ് ഉണ്ടായാൽ പോരെ. അല്ല, അത് ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഹൈക്കോടതി പറഞ്ഞ അങ്ങനല്ല, മന്ത്രിമാർക്ക് വിദ്യാഭ്യാസം വേണമെന്നാ പറഞ്ഞേ. കാര്യം ദേ ഷുഡ് ബി ഏബിൾ ടു റീഡ് ഓൾ ദീസ് തിങ്സ്. ഇംഗ്ലീഷിൽ എഴുതി വെച്ച് ഇത് മനസ്സിലാക്കിയിട്ട് ഈ രാജ്യത്ത് ഈ ഭരണഘടന വെച്ചാണ് നമ്മുടെ രാജ്യം ഭരിക്കപ്പെടേണ്ടത്. അപ്പൊ ഇവരിത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളോടുള്ള പുച്ഛമാണ്. കാര്യം ഞങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി. അപ്പൊ ഈ അവസ്ഥ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഭരണകക്ഷികൾ കാണിക്കുന്നുണ്ട്. അത് ഇവരെല്ലാം കാണിക്കുന്ന ഇത് ധാർഷ്ട്യതയാണ്. ഇവർക്ക് ബ്രദർഹുഡ് ഇല്ല. നമ്മുടെ ഭരണഘടന പറയുന്നുണ്ടല്ലോ ബ്രദർഹുഡ്, സഹോദര്യം വേണം, മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം. പരസ്പര ബഹുമാനമാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ല്. ഇത് കണ്ടാൽ ഇത് ഓട്ടോക്രസി ആണെന്ന് നമ്മൾ സംശയിച്ചു പോകും. കാര്യം ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ലോയിലാണ് ഞാൻ പറയുന്നത് ഐ ആം ദ കിങ്, വാട്ട് എവർ കംസ് ഔട്ട് ഓഫ് മൈ ലിപ്പ് ഈസ് ദ റൂൾ ഓഫ് ദ ലാൻഡ് എന്ന് പറയുമ്പോൾ അതായിട്ട് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഭരണഘടനയെ ബഹുമാനിക്കുന്നവരെ മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും വേണം. പാർട്ടിക്ക് എത്രയോ സ്ഥലങ്ങൾ എടുക്കാമല്ലോ, അത് നടക്കട്ടെ, ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ. പാർട്ടി സമ്മേളനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്ന് അവര് ഗവൺമെന്റിന്റെ ആശയങ്ങളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യട്ടെ, അതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഭരണഘടനാ തത്വങ്ങളെ ഈ BR കപൂറിൽ പറഞ്ഞ പോലുള്ള ഇത് പാരമൗണ്ട് ലോ ആണ്. അതിനെ പുച്ഛിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാല് ഇത് വളരെ കഷ്ടമാണ്. കാര്യം ഇത് കണ്ട് വളരുന്ന ജനം എന്തോ വിചാരിക്കും, കുട്ടികൾ, വരും തലമുറ ഇവരെ പോലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും. ഇവരെല്ലാം ഇങ്ങനെ കാണിച്ചു പോകുമ്പം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയാണ് പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, മുമ്പോട്ട് പോകാത്തത്. അപ്പൊ സ്വാതന്ത്ര്യ സേനാനികളുടെ ജീവത്യാഗമൊക്കെ വേസ്റ്റഡ് ആയിട്ട് പോവുകയാണ്. ഇത് മാറിയേ പറ്റുള്ളൂ. ഓക്കെ, ശ്രീ ഹരിദാസ്, ഇന്നലെ കണ്ണൂരിൽ ഈ LDFിൻ്റെ പോസ്റ്റ് ഓഫീസ് ഇന്നത്തെ ഉപരോധം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പന്തൽ നിർമ്മാണത്തിനിടയിൽ KSRTC ബസ് കുടുങ്ങുകയും അതുപോലെ പന്തലിന് മുകളിൽ നിന്ന് വീണ് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആ പോസ്റ്റ് ഓഫീസ് ഉപരോധം ഗതാഗത സ്തംഭനത്തിന് ഇടയാക്കി. നാട്ടുകാർക്ക് വലിയ പരാതിയായിരുന്നു. കോർപ്പറേഷൻ്റെ അനുമതി വാങ്ങാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നോക്കൂ, ഈ വഞ്ചിയൂർ വിഷയത്തിൽ ചർച്ചയ്ക്കായിട്ട് ഞാനൊരു ഇടത് സഹയാത്രികനെ ക്ഷണിച്ചു. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് വഞ്ചിയൂരിലെ പാർട്ടി ഓഫീസ് തന്നെ റോഡ് കയ്യേറിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ അതുകൂടി ഒന്ന് പരാമർശിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഞ്ചിയൂരിലെ CPM ഓഫീസ് റോഡ് കയ്യേറി അനധികൃതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് പങ്കെടുത്ത ഒരുപക്ഷെ നാളെ ഞാൻ ഹൈക്കോടതിയുടെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കാർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഇവിടെ ആചരിക്കപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെ കാര്യങ്ങളല്ല പറയുന്നത് എങ്കിലും ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ അത് അണികൾക്ക് ഒരു സന്ദേശമാകണം, അത് പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആവേശമാകണം. അത് നടുറോട്ടിൽ ചെയ്താലേ അവർക്ക് ഇതൊക്കെ ആവുള്ളൂ എന്ന നിലയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം ഇന്ന് മഞ്ചിയൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി പാതയോര പൊതുയോഗങ്ങൾ നിരോധിക്കുകയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടി പോയപ്പോൾ ഹൈക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഉണ്ടായതുകൊണ്ടല്ല. പാതയോരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, ജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി അത് പറയുകയും സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഹൈക്കോടതി ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ ആ ജഡ്ജിയെ
ശുംഭൻ എന്ന് വിളിച്ച ഒരു പാർട്ടിയുടെ ഇത്തരത്തിലുള്ളൊരു പരിപാടിയെ ഇത്തരത്തിലൊരു ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് സത്യത്തിൽ എന്നെ അഭയദേവ് വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു കേട്ടോ. കാരണം ഈ പാർട്ടിയിൽ നിന്ന് വിവേകപരമായിട്ടുള്ള എന്താണ് ഉണ്ടായിരിക്കുക? ഭരണം ഞങ്ങളുടെ കയ്യിലാണ് എന്ന ധാർഷ്ട്യത്തിൻ്റെ പേരിൽ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ധാർഷ്ട്യം കാണിക്കാൻ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അല്ലാതെ മറ്റൊരു പാർട്ടിക്കും സാധിക്കുകയില്ല. ഈ ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് ഈ കാണിച്ചിട്ടുള്ള അസംബന്ധം കാണിക്കില്ല. കാരണം ഇവിടെ ചർച്ചയുടെ തുടക്കത്തിൽ ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ എന്തെല്ലാം ആക്സസുകൾ ഈ സ്റ്റേജ് കെട്ടിയ റോഡിലൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വിവേകം വേണം. അതിന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഇവിടെ രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ എവിടെയും രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം വേണമെന്ന് എഴുതി വെച്ചിട്ടില്ലെന്ന് പണ്ട് ഹൈക്കോടതിയിലെ തന്നെ എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് പരിപൂർണൻ്റെ ഒരു വിധി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വിദ്യാഭ്യാസപരമായിട്ട് അന്ന് നിയമസഭയിൽ തുണി പൊക്കി കാണിക്കലും ഒക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം വേണമെന്നില്ല, പക്ഷെ വിവേകം വേണം. ആ വിവേകമില്ലാത്തവർ രാഷ്ട്രീയക്കാരായിട്ട് വന്നിട്ട് നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാലുള്ള ദൂഷിത ബലമാണ് ഇപ്പം ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്, ഇന്നലെ കണ്ണൂരും ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോലീസ് ഞങ്ങളുടെ കയ്യിലാണ്, പോലീസ് ഞങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല എന്ന നിലയിലേക്കുള്ള കാര്യങ്ങളാണോ ഒരു കോടതി? വഞ്ചിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് പലതവണ വന്നിട്ടുണ്ടെങ്കിലും വഞ്ചിയൂരിനെ ഞാനറിയുക കോടതി സമുച്ചയം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞു പോവാതിരിക്കാൻ തരമില്ല. ഇവിടെ കോടതിയും നിസ്സഹായരായിരിക്കുകയാണ് രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ. ഇപ്പോൾ ഈ ഒരു 4 ദിവസം മുമ്പ് ഇവിടെ ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് നടപ്പിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കോർപ്പറേഷൻ്റെ സെക്രട്ടറിയെ വിളിച്ചു വരുത്തേണ്ട ഒരവസ്ഥ സംജാതമായെങ്കിൽ അത് കോർപ്പറേഷൻ്റെ സെക്രട്ടറിയുടെ ഭരണപരാജയമായിട്ടല്ല ഞാൻ കാണുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഈ പറയുന്നത്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് അനിൽ നമ്പ്യാർ എനിക്കൊരു ചെറിയ സമയം തരണം. ഞാനും ഒരു പത്രപ്രവർത്തകനും കൂടിയിട്ട് ഇവിടെ ശ്രീ നാരായണക്കുറുപ്പ് പുകവലി നിരോധിക്കുക, അതുമാതിരി തന്നെ ഒരുപാട് ജനോപകാരപ്രദമായിട്ടുള്ള ഈ പൊതുതാൽപര്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അപ്പോൾ അദ്ദേഹം ഈ പത്രപ്രവർത്തകൻ മൈക്കൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഈ ഇറച്ചി, അതായത് ഈ രക്താഭിഷക്തമായിട്ടുള്ള ഈ മാടിൻ്റെ ഇറച്ചിയൊന്നും പ്രദർശിപ്പിച്ച് വിൽക്കരുത് എന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ച് കാലമായി. ഞാൻ അദ്ദേഹത്തിൽ നിന്നൊരു ജഡ്ജ്മെൻറ്റൊക്കെ സംഘടിപ്പിച്ചിട്ട്, കാരണം അന്നും ഇന്നും കേരളത്തിൽ എവിടെ പോയാലും ഇപ്പോൾ രാവിലെ നമ്മൾ പ്രഭാത സഞ്ചാരത്തിന് പോയാലും വൈകുന്നേരം പോയാലും ഈ രക്താഭിഷക്തമായിട്ടുള്ള ഈ പോത്തിനെ രണ്ടാക്കിയിട്ട് 2 കാലുകൾ അകത്തിയിട്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, 36% വെജിറ്റേറിയൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ തന്നെ 42% കേരളത്തിൽ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ അറപ്പ് തോന്നുന്ന വിധത്തിൽ പ്രഭാതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണരുത്, ഇങ്ങനെ ഇറച്ചി പ്രദർശിപ്പിച്ച് വിൽക്കരുത് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള എങ്ങനെ ചെയ്യണം എന്നുള്ള ഉത്തരവുകളൊക്കെ ഇറക്കിയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം യാത്ര ചെയ്യുന്ന ഒരു ലെവൽ ക്രോസിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഇറച്ചി തൂക്കിയിട്ട് വിൽക്കുന്നത് കണ്ടു. എനിക്ക് അങ്ങേയറ്റം കോപം വന്നു. ഞാൻ ഉടനെ തന്നെ ആ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഞാൻ നടപടിയെടുത്തു. ഞാൻ അദ്ദേഹത്തിന് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നടപ്പിലാക്കാൻ സാധിക്കാത്ത വിധി എന്തിനാണ് ഈ കോടതിയിൽ ഇത്തരത്തിലെ ജഡ്ജിമാർ പുറപ്പെടുവിക്കുന്നത്? ഞാൻ ഈ പറയുന്നത് കോടതിയെ ലക്ഷ്യമായിട്ട് നാളെ വരികയാണെങ്കിൽ ഞാൻ അതിന് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. ജഡ്ജിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അവരവരുടെ ജഡ്ജിമെൻറ്റ് കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ജഡ്ജിമെൻറ്റ് നടപ്പിലാക്കാൻ. അതാണ് ഞാൻ കൊല്ലത്ത് കണ്ടിട്ടുള്ളത്. എന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. കാരണം ആ ജഡ്ജി ഹൈക്കോടതിയിൽ ഇരുന്നു കൊണ്ട് ഒരു 12-13 പ്രാവശ്യം വിലപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നാളെ നമ്മളിപ്പോൾ ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഹർത്താലുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് സമ്പാദിച്ച ഒരു വിധിയുടെ ലംഘനമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. ശ്രീ HL ദത്തു എന്ന് പറഞ്ഞിട്ട് പിന്നീട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ മനുഷ്യൻ കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസായിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടൊരു വിധി. അതായത് ഒരു മനുഷ്യൻ്റെയും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുയോഗം എന്നല്ല ഒന്നും നടത്താൻ പാടില്ല. ഞാൻ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോയത്. പക്ഷേ അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള ഒരു വരിയാണിത്, ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നും നടത്താൻ പാടില്ലെന്ന്. അപ്പം ഞാൻ നാളെ ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണെന്നും പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ കോടതി ഒന്ന് കിടന്നിട്ട് വഴുക്കും ശ്രീ അനിൽ നമ്പ്യാർ. അല്ലെങ്കിൽ എനിക്കാവും, കാരണം ഞാൻ ആ പെറ്റീഷണറാണ്, എനിക്കിതിനെ ചോദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭരണഘടനയെ കുറിച്ചിട്ട് കാര്യമായിട്ട്
പറഞ്ഞപ്പോൾ തന്നെ കുന്തവും കൊടച്ചക്രവും എന്ന് ഒരു മടിയും കൂടാതെ തൊഴിലാളി ചൂഷണമാണ്, ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത വരികളാണ് എന്നൊക്കെ പറഞ്ഞ ഒരു മന്ത്രി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് തിരിച്ച് മന്ത്രിയായതെന്ന് നമുക്കൊന്നും അറിയില്ല. അദ്ദേഹം മന്ത്രിയാകാൻ ഒരു യോഗ്യതയുമില്ല. അപ്പം അത്തരത്തിലൊരു മന്ത്രിസഭയിലുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ളൊരു നടപടിയെ നമ്മൾ ഈ ചർച്ച കൊണ്ട് അവസാനിപ്പിക്കാമെന്നല്ലാതെ തുടർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. കാരണം നാളെ ഞാനിത് ഹൈക്കോടതിയിലേക്കോ, അല്ലെങ്കിൽ ഞാനെന്നല്ല ആരെങ്കിലും ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് പക്ഷം ചേരും. അവിടെ ഗതാഗതത്തിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്ന നിലയ്ക്കുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നതോടുകൂടി കോടതി സ്തംഭിച്ചു പോകും. പിന്നെ എന്ത് ചെയ്യും? തെളിവ് കൊടുക്കേണ്ടത് പോലീസാണ്. പോലീസ് ഭരിക്കുന്നവരുടെ ചട്ടുകമായിട്ട് മാറുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ പോലീസിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്താണ് ഇത് നടന്നിരിക്കുന്നത്. പോലീസിന് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല പോലീസ് തന്നെയാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ആ റോഡിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്, റോഡ് കൊട്ടിയടച്ചത് കേരള പോലീസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് വലിച്ചു കെട്ടിയാണ്, ആ ഒരു ചരട് വലിച്ചു കെട്ടിയാണ് അവിടെ ഇത് ആളുകളെ ബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, പോലീസിന് കൈയെഴുകാൻ പറ്റുമോ? മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് കോടതിയിൽ വന്നിട്ട് സർക്കാരിനെതിരായിട്ടുള്ള എന്തൊരു കാര്യത്തിലും നമ്മുടെ സംസ്ഥാന പോലീസ് ഭരിക്കണ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു വരി അടങ്ങുന്ന ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ള ചരിത്രമില്ല ശ്രീ അനിൽ നമ്പ്യാർ. ഞാൻ ഈ ഹൈക്കോടതിയിൽ കുറേ പൊതുതാൽപര്യ ഹർജികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്ത്, അത് UDFൻ്റെ ഭരണകാലത്ത് നമുക്ക് പത്രം പറയാനല്ലേ ഉള്ളൂ, കാരണം അവിടെ BJP ഭരിച്ചിട്ടില്ലല്ലോ. അത് കാരണം കൊണ്ട് UDFൻ്റെ ഭരണകാലത്തുള്ളതിനേക്കാൾ ഭരിക്കുന്നവരെ അങ്ങേയറ്റം ഭയവികം നമ്മൾ പറയില്ലേ, ഈ കിങ് ജോങ് ഉന്നിനെ കണ്ടിട്ടുള്ള അവിടുത്തെ ആ രാജ്യത്തെ പട്ടാളക്കാരുടെ അവസ്ഥയിലാണ് ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ ഈ പിണറായി വിജയനെയും സർക്കാരിനെയും കാണുന്നത്. അവർക്കെതിരായിട്ട് ചെറുവിരൽ അനക്കാൻ പോകുന്നില്ല. ഇപ്പം ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പറയില്ല, ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടാവേണ്ടത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണോ, ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ, വിദ്യാർത്ഥി സംഘടനയുടെ ഏതെങ്കിലും വകുപ്പുകളിൽ എഴുതി വെച്ചിട്ടുള്ള സംഭവമാണോ? ഒരു വികലാംഗനെ കാല് ചവിട്ടിപ്പിടിച്ചിട്ടുള്ള സംഗതികൾ നിങ്ങൾ TV കാണിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഒരു മനുഷ്യത്വപരമായ എന്താണ് നമ്മൾ മനുഷ്യർ, എന്താണ് എന്താണ് സഹജീവിയോട് സ്നേഹം കാണിക്കലാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നു. ആ സഹജീവിയോടുള്ള സ്നേഹമാണ് ഒരു വികലാംഗനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കുമ്പോൾ അതൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ചെയ്തുകൊണ്ട് നമുക്കൊക്കെ പറഞ്ഞ് ജനശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നല്ലാതെ ഇതിൽ തുടർ നടപടികളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുവരാജ്, വഞ്ചിയൂർ മേഖലയിൽ CPMൻ്റെ ഗുണ്ടായിസാണ്. അവിടെ തോട് കയ്യേറുന്നു, അവിടെ റോഡ് കയ്യേറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPMൻ്റെ പാർട്ടി ഓഫീസ് റോഡ് കയ്യേറി നിർമ്മിച്ചതാണ്. ഇനി ഒരു സ്ഥലം കൂടി ഇവരെ അക്വയർ ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ ഒരു പ്രതിമ സ്ഥാപിക്കാനാണ്. അതും പാർട്ടിക്കാർ തന്നെ പറഞ്ഞ് അറിവുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ട ഒരു വിഷയം അല്ലേ? കാരണം ഇതിപ്പം കോടതി അലക്ഷ്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, റോഡ് കൊട്ടിയടക്കരുത്, മാത്രമല്ല റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തരുത്, കമാനങ്ങൾ പാടില്ല, പൊതുയോഗങ്ങൾ പാടില്ല എന്നൊക്കെ ഹൈക്കോടതി വിധികളുണ്ട്. അതൊക്കെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധികളുമുണ്ട്. പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തി ഇത്തരത്തിൽ ഞങ്ങളുടെ കോടതി തീരുമാനിക്കും, ഇവിടെ എന്ത് ചെയ്യണം അത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന താന്തോന്നിത്വവുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ, അതും കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്, മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നത്? കാരണം നിയമം ലംഘിച്ചിരിക്കുന്നു, വീണ്ടും നിയമത്തെ നോക്കുകുത്തിയാക്കുന്നു, നിയമത്തെ വെല്ലുവിളിക്കുകയാണ്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് അല്ലേ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? നിയമത്തെ വെല്ലുവിളിച്ചു, നിയമത്തെ ലംഘിച്ചു എന്ന് ആര് പറഞ്ഞു ശ്രീ നമ്പ്യാർജി? ആര് പറഞ്ഞു? ഞാനും നിങ്ങളും പറയുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പറയുന്നു. പറയേണ്ടവർ പറയുമോ? പറയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ സജി ചെറിയാൻ്റെ കേസ് ഇപ്പോൾ നേരത്തെ ഹരിദാസ് സാറ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ പറയാം. സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധമായ പരാമർശം നടത്തിയത്, ആ പ്രസംഗം നടത്തിയത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ടെലിവിഷൻ ചാനലുകളിലൂടെ കണ്ടതാണ്. പക്ഷെ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്?
തെളിവില്ല എന്നാണ്. തെളിവാണോ പോലീസിന് വെളിവാണോ ഇല്ലാത്തെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് തെളിവില്ല എന്നാണ്. അത് മാത്രവുമല്ല, പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമോപദേശം അങ്ങനെ നൽകി എന്നാണ് പോലീസ് അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ തന്നെ നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞിരുന്നാലും ശരി തന്നെയാണ്, അവിടെ ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരേ റോഡിലാണ് ഇരിക്കുന്നത്. ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ നാടകം ഒരിടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ആ റോഡിൽ തന്നെയാണ് പോലീസുകാരിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ അകത്തിരുന്ന് ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും ഇങ്ങനൊരു നാടകവും ഇവിടെ നടന്നിട്ടില്ല, ഇങ്ങനൊരു റോഡും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഇങ്ങനൊരു റോഡേ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് വഞ്ചൂർ പോലീസ് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. പിന്നെ വഞ്ചൂർ ഭാഗത്ത് CPM-ൻ്റേതായ ഒരു തനി ഗുണ്ടായുസം കുറച്ച് നാളായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാൻ പോലും അനുവദിക്കില്ല എന്നുള്ള തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടുത്തെ കൗൺസിലറുടെയൊക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നതായിട്ട് താഴെത്തട്ടിൽ നിന്നുള്ള പല പരാതികളും പല കാലഘട്ടങ്ങളിലും ലഭിക്കുന്നുമുണ്ട്. ഒന്നത് അവിടെ നിൽക്കട്ടെ. രണ്ടാം ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിപാടികൾ നടത്താൻ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് പബ്ലിക് കാണുന്ന രീതിയിൽ, ഇപ്പോൾ അമേരിക്കയിലെ പോലെയോ അല്ലെങ്കിൽ UK പോലെയോ മറ്റ് സ്ഥലങ്ങളിലുള്ളത് പോലെയോ ഒന്നും അല്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് എന്നോട് ഒരാൾ ഇന്ന് ചോദിച്ചു, ഈ കൊട്ടിക്കലാശം നടത്തുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ വഴി ബ്ലോക്ക് ചെയ്ത് ഇത്രയും പ്രശ്നമാക്കിയിട്ട് നടത്തുന്നത് എന്നുള്ള തലത്തിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും നടത്തുന്നതാണ്, നമുക്ക് നടത്താതിരിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്കെങ്കിലും അതിൽ നിന്ന് മാറി നിന്നൂടെ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് പാർട്ടിക്കാരും കൂടെ വെളിയിലിറങ്ങി പ്രചരണം നടത്തും, BJP മത്സരത്തിൽ നിന്ന് പിന്മാറി, അതുകൊണ്ട് അവർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നില്ല, കണ്ടില്ലേ അവർ പോയെന്ന് പറയും. ഇത് സാധാരണ ഈ പബ്ലിക്ക് തന്നെ വെളിയിലിറങ്ങി പറഞ്ഞു കൊടുക്കുന്നത്, അവർ ഒന്നുമില്ല, അവരത് എല്ലാത്തിൽ നിന്നും പിന്മാറിപ്പോയി, അവർ ഒന്നും കാണാനില്ല, മറ്റേ രണ്ട് പാർട്ടിക്കാരേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഫോഴ്സ്ഡാണ് അത്തരത്തിലുള്ള പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ജനശ്രദ്ധ കിട്ടണമെന്നുണ്ടെങ്കിൽ പബ്ലിക് സ്ഥലങ്ങളിലേക്ക് വരികയും പരിപാടികൾ നടത്തുകയും വേണം. നാളെ മുതൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷെ ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, നമുക്കൊരു വകതിരിവ് എന്ന് പറയുന്നൊരു സാധനം വേണം. റോഡ് കയ്യേറി ബ്ലോക്ക് ചെയ്തിട്ടല്ലല്ലോ നിങ്ങൾ നാടകം നടത്തേണ്ടത്. നിങ്ങൾക്ക് നാടകം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയൊക്കെ സ്ഥലങ്ങൾ ഈ നാട്ടിൽ വേറെ ഉണ്ടാകും. അടച്ചിട്ട ഹാളിൽ നടത്തിക്കൂടെ? AKG തൊട്ടടുത്താണ് AKG സെന്റർ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മുടെ എത്രയോ ഹാളുകൾ അതിൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. CPM-ന് തന്നെ നേരിട്ട് നിയന്ത്രണമുള്ള ഹാളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഈ നാടകം നടത്തിക്കൂടെ? ഈ നാടകം തീരുന്ന 1.5-2 മണിക്കൂർ വരെ ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ട്, അത് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ ഇത്രയും റഷുള്ള ഒരു റോഡ് ഈ പറയുന്ന മണ്ഡലകാലത്ത് അത് അടച്ചിട്ടിട്ട് ഇങ്ങനെ സമ്മേളനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഏരിയ സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ അടിയാണ്. അടി എന്ന് പറയുന്നത് പുറത്തല്ല, അകത്താണ്. ഏരിയ സമ്മേളനം നടക്കുന്ന സ്ഥലങ്ങളിലും മൊത്തം പൊരിഞ്ഞ അടിയാണ്. ഓരോ ഏരിയ സമ്മേളനം കഴിയും ഓരോ ഏരിയ സെക്രട്ടറിമാരായിട്ട് പുറത്ത് ചാടും. ഇതാണ് അവസ്ഥ. അങ്ങനെ പുറത്ത് ചാടുന്നവർ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ബ്ലോക്കായിട്ട് നടത്തുന്നത്. അരിച്ച് ഇതിൽ നിന്ന് പുറത്ത് ചാടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ധാരണയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിന് മറ്റു ഒരു കാരണവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി നാളെ നിങ്ങൾ ആ വഞ്ചൂർ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരോട് പോയി ചോദിച്ചോളൂ. അവർ പറയും ഞങ്ങളുടെ കോടതി വഞ്ചൂരിലേ അല്ല എന്ന് പറയും, ഞങ്ങളൊന്നും കണ്ടിട്ടേ അല്ല എന്ന് പറയും. കാരണം അങ്ങനെയാണ് ഈ ഇക്കോ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇവിടെ ജനാധിപത്യവും ഭരണഘടന എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിതൊന്നും ആപ്ലിക്കബിൾ അല്ലെന്നേ. ഇവർക്കിതൊന്നുമേ തന്നെ ആപ്ലിക്കബിൾ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഉട്ടോപ്യൻ ലോകത്ത് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തും കാണിക്കാം, അവർക്ക് നടു റോഡിലിറങ്ങി എന്തും കാണിക്കാം. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിലവൻസ് ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ ഐഡിയോളജി ഈ നാട്ടിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്ന് ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഒരു റിലവൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അവരെ അറിയിക്കേണ്ടി വരും. അല്ലാതെ ഈ പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് ആൾക്കാർ അറിയണ്ടേ, 10 പേര് അറിയണ്ടേ? അതുപോലും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അത് ജനാധിപത്യപരമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധ പരിപാടികളിലൂടെ മാത്രമേ ഇവർക്ക് ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ പോയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ വഞ്ചൂരിലും കണ്ണൂരിലും കൊല്ലത്തും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ തുടർഭാഗങ്ങൾ നമ്മൾ കാണേണ്ടി വരികയും ചെയ്യും. സക്കറിയ സാർ, ഇപ്പോൾ
പോലീസ് ആർക്കെതിരെയൊക്കെ കേസെടുക്കും? പോലീസിനെതിരെ തന്നെ കേസെടുക്കേണ്ടി വരില്ലേ? കാരണം പോലീസാണല്ലോ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, യുവരാജ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ ഒരു ഇക്കോ സിസ്റ്റം ബ്രേക്ക് ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഈ അജിത് കുമാർ സാറ് റിട്ടയർ ചെയ്തു. അനിൽ കെ നരേന്ദ്രൻ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം നാളെ ചീഫ് സെക്രട്ടറിയെയും സ്റ്റേറ്റ് പോലീസ് ചീഫിനെയും പ്രതിയാക്കിക്കൊണ്ട് ഇതിന് കേസെടുക്കണം. കാര്യം അവരെല്ലാം TV കാണുന്നുണ്ട്, എല്ലാ ചാനലുകാരും ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ന്യൂസ് വരുന്നത് രാവിലെ മുതൽ ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ് വന്നാലേ പോലീസ് ഉണരുകയുള്ളൂ. അവര് പിന്നെ ചീഫ് സെക്രട്ടറിയെയും സ്റ്റേറ്റ് പോലീസ് ചീഫിനെയും ടാർഗറ്റ് ചെയ്യണം. ഈ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആളിനെയാണ് സീനിയേഴ്സിനെയൊക്കെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആക്കുന്നത്. സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് പോലീസ് ചീഫ് ആണോ എന്നൊരു സംശയമുണ്ട്. കാര്യം അദ്ദേഹം ഉറങ്ങുമല്ലേ, അദ്ദേഹത്തിന് ഇത് ഉടനെ പറയരുതോ, ഇത് നിർത്തണം, ഇത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനിലെ അകത്തുള്ള പ്രൊവിഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനാണ് അദ്ദേഹം ഇരിക്കുന്നത്. അത് അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹം ചെയ്യാതെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? താഴെയുള്ള പാവപ്പെട്ട പോലീസുകാർക്ക് ഇതെല്ലാം അനുസരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആണ്, അവർ മൂകസാക്ഷികളാണ്. അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ദേ ഡു? ഇനി അടുത്തത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടു ലൈഫ്. The meaning of word life cannot be narrowed down. It does not confine to the body and soul. ശരീര ആത്മാവ് മാത്രമല്ല alone, but also to the dignified life, which is engrained in human rights. The right to life with dignity. അന്തസ്സോടെ ജീവിക്കാൻ ഇവിടെ മനുഷ്യന് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ 4 ദിവസം കൂടെ കഴിയുമ്പോൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആചരിക്കുക. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് അവിടെ ഭയങ്കര വാക്കുകളൊക്കെ പറയും, മനുഷ്യാവകാശത്തെ പറ്റിയും അന്താരാഷ്ട്ര നിയമങ്ങളെ പറ്റിയിട്ടും എല്ലാം വലിയ ഘോരം പ്രവേശിക്കും. അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനുള്ളത് എന്താണ്? അവർക്ക് ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും എന്ന് പറഞ്ഞ പോലെ ഭരണം ആരുടെ ആയാലും അത് ജനോപകാരപ്രദമാകണമെന്നേ ജനങ്ങൾക്ക് ആവശ്യമുള്ളൂ, നല്ല ശതമാനം. പക്ഷെ ഇന്നത്തെ ഈ പറയുന്ന സർക്കാരിലെ രാഷ്ട്രീയ മുഷ്കും ഈ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെല്ലാം പാർട്ടിക്കാരെ എല്ലാം കുത്തിത്തിരികി അവരുടെ ട്രേഡ് യൂണിയൻ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ട് സർവീസ് സംഘടനകളൊക്കെ നിർത്തിയിട്ട് ഒരു അക്രമം കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എല്ലാവരും കൈക്കൂലി കൊടുക്കുന്നു. നമ്മൾ 100% സാക്ഷരതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജനത്തിന് നിവൃത്തിയില്ല. കാര്യം ഒരിക്കലും ഒരു നല്ല രാജ്യത്തെ പോലെ അഴിമതി രഹിതമായ ഒരു ഭരണം നമുക്കിവിടെ ഒരിക്കലും ഉണ്ടാകത്തില്ല. കാര്യം ഇവരെല്ലാം അഴിമതി കാണിച്ചിട്ട്, കാര്യം ഈ 5 വർഷം കൊണ്ട് വേണം അടുത്ത 5 വർഷത്തേക്കുള്ള കാശുണ്ടാക്കാൻ. ഇതെല്ലാം അറിയാം. സുപ്രീം കോടതി തന്നെ കുൽദീപ് സിംഗ് സാറിന്റെ 1996 വിധിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതൊന്നുമില്ല, നമുക്ക് സൽഭരണം വേണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം, രാജ്യത്തെ നിയമവും ഭരണഘടനാ തത്വങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണം വേണം. ഞാൻ ചിന്തിക്കുന്നത് പനിനീർ ചെടിയിൽ നിന്ന് റോസാപ്പൂവിന്റെ പുഷ്പവും അതിന്റെ മണവും കിട്ടുകയുള്ളൂ. നമ്മളെ എരിക്കിന്നും കമ്മ്യൂണിസ്റ്റ് പച്ചയെന്നൊന്നും ഒരിക്കലും റോസാപ്പൂ കിട്ടാൻ പോകുന്നില്ല. നമുക്ക് നല്ല മനുഷ്യരെ നമ്മളെ ലീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് തീർത്തും നല്ല സൽഭരണം ഉണ്ടാവുകയുള്ളൂ. അവിടെ നിയമത്തെ മൂല്യങ്ങൾക്കും എല്ലാം പിന്നെ വില ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സായി ഭാരതി കേസിൽ പറഞ്ഞു, സ്വാതന്ത്ര്യം കഴിഞ്ഞപ്പം കുറേയൊക്കെ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നവരെല്ലാം ഇപ്പോഴത്തെ ഈ ജനനേതാക്കന്മാരെയൊക്കെ കണ്ട് ഇതെല്ലാം തട്ടിപ്പാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും കിട്ടുന്ന കാലത്ത് കാശുണ്ടാക്കുന്നു, ജോലി ചെയ്യാതെ ജീവിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇന്ന് രാഷ്ട്രീയം പൊതുവെ മാറിയിരിക്കുന്നു. ഇത് മാറണം. അധ്വാനിച്ച് ജീവിക്കാൻ പണം ഉണ്ടാക്കുകയും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം നേടി ജനഹൃദയങ്ങളിൽ എത്തണം. അത് എത്ര പേർക്ക് കഴിയുന്നുണ്ടെന്ന് അല്ല സാർ, അവര് പാർട്ടി പരിപാടി നടത്തുകയോ നാടകം നടത്തുകയോ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടി പിരിച്ച പൈസ പുട്ടടിക്കുകയോ എന്തോ വേണം ചെയ്തോട്ടെ. പക്ഷേ ഈ സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് എന്തിനാണ് കയറുന്നത്? അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്തിനാണ് നിഷേധിക്കുന്നത്? അത് പ്രതികരിക്കാൻ പോലും ആളുകൾ തയ്യാറല്ലെന്നേ. പലരെയും സമീപിച്ചപ്പോൾ അവർക്ക് ഇനി തുടർന്നും അവിടെ ജീവിക്കേണ്ടതാണ്, ആ പരിസരത്തുള്ളവർക്ക് ജീവിക്കേണ്ടതാണ്, അവർക്ക് തുറന്ന അഭിപ്രായം പറയാൻ പോലും അവർക്ക് പേടിയാണ്, അവർ ഭയക്കുന്നു. അതാണ് അവസ്ഥ. അത് തീർച്ചയായിട്ടും ബോംബ് ഉണ്ടാക്കും, ബോംബ് വീടിനെറിയും, കല്ലെറിയും, അതുപോലെ തന്നെ തീ വെക്കും, വെട്ടിക്കൊല്ലും. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ജീവിത രീതി. അതുകൊണ്ടാണ് ജയം ഭയപ്പെടുന്നത്. എത്രയോ ആൾക്കാരെ കൊല്ലുന്നു. ഞാനൊക്കെ എത്രയോ കൊലക്കേസുകളുടെ സീനിൽ പൊളിറ്റിക്കൽ വെഞ്ചൻസ് കൊണ്ട് ചെയ്തെടുത്ത് നമ്മൾ സ്ഥലത്ത് ചെയ്യുന്നു. ആൾക്കാരെ ഇവരെയൊക്കെ വെട്ടിയിട്ടേക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്ത് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പുറത്ത് വന്നിട്ട് അവര് മാനവികതയും എല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ മാറിയേ പറ്റുള്ളൂ. ഈ ഇരട്ടത്താപ്പും കള്ളത്തരവും കാപ്പട്യവും
Yes. മനുഷ്യശൂന്യമായ കാര്യങ്ങൾ മാറാതെ ഈ നാട് നന്നാകില്ല എന്നുള്ള കാര്യം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം. ഓക്കെ ഓക്കെ യെസ് ശ്രീ ഹരിദാസ്, നിയമം നടപ്പിലാക്കാൻ ന്യായാധിപൻ തന്നെ ഇറങ്ങേണ്ടി വരുന്ന ദുരവസ്ഥ. ഇപ്പോൾ കൊല്ലം കോടതിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി വന്നതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അപ്പോഴാണ് അദ്ദേഹം കണ്ടത് അവിടെ മൊത്തം ഫ്ലെക്സുകളാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ ഞാനതൊക്കെ മാറ്റിത്തരാം, നീക്കിത്തരാം എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂർ ഒന്നും പാടില്ല, 1 മണിക്കൂറിനുള്ളിൽ താങ്കൾ അത് നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ താങ്കൾ പിഴയൊടുക്കേണ്ടി വരും, മറ്റ് നിയമ നടപടികൾ താങ്കൾ നേരിടേണ്ടി വരും എന്ന് പിന്നെ ഒരു കാർക്കശ്യത്തോടു കൂടി സംസാരിച്ചപ്പോഴാണ് കോർപ്പറേഷൻ സെക്രട്ടറി തന്നെ ആളുകളെയും കൊണ്ടുവന്ന് ഇതൊക്കെ മാറ്റിയത്. പക്ഷെ നോക്കൂ, ആരെങ്കിലുമൊക്കെ മുൻകൈ എടുക്കണ്ടേ സാർ? ഇപ്പോൾ നിയമപാലകർ അവരൊന്നും ചെയ്യില്ല. നിയമപാലകർ കാരണം നടപടിയെടുത്താൽ, അവിടുത്തെ വഞ്ചിയൂരിലെ സഖാക്കൾക്കെതിരെ നടപടിയെടുത്താൽ നാളെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾ ഒരുപക്ഷെ ഇടുക്കിയിലോ വയനാട്ടിലോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടെന്ന് വരാം, അല്ലേ? അവർക്ക് പേടിയുണ്ട്. പക്ഷേ പൂച്ചക്കാരെങ്കിലും മണി കെട്ടണ്ടേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ എങ്കിലും അത് കാണുന്നവരെങ്കിലും പ്രതികരിക്കട്ടെ, അല്ലെങ്കിൽ ഇത് കാണുന്ന ന്യായാധിപന്മാരെങ്കിലും ഞങ്ങൾ പറയുന്നതിന് പുല്ലുവിലയാണ് എന്ന് അവരെങ്കിലും തിരിച്ചറിയട്ടെ. അതില് ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞിടത്തുന്ന ഒരു സംഭവമുണ്ട്. ഒരു ജഡ്ജി കൊല്ലത്ത് ചെന്ന് ഫ്ലക്സ് ബോർഡുകൾ കണ്ടു, അദ്ദേഹം അതൊക്കെ നീക്കം ചെയ്യിച്ചു. അത് നീക്കം ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു ഫ്ലക്സ് ബോർഡ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നിയമത്തിന് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയാണ്, ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, അത് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരു ഫ്ലക്സ് ബോർഡ് അവിടെ വെച്ചിട്ട് ജഡ്ജിയോടുള്ള പ്രതിഷേധം തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ? അവിടെ ആ ജഡ്ജി ആ പ്രവൃത്തി ചെയ്യിച്ചതിൽ ഞാൻ കാണുന്നത് ആ ജഡ്ജി നീതി നിയമത്തെ വലുതാക്കുകയല്ല ചെയ്ത് നീതി നിയമ സംവിധാനത്തെ എനിക്ക് തോന്നുന്നത് അവിടെ ചെറുതാവുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ഈ വിളിച്ചു വരുത്തിയ ആളെ ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ 24 മണിക്കൂർ എന്നുള്ള അത് കോടതിയിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ഒരു പക്ഷേ 24 മണിക്കൂറായി ഉണ്ടാവും, കാരണം അദ്ദേഹം പിറ്റേ ദിവസം കോടതി കൂടണ്ട. പക്ഷെ അത് കുറച്ചുകൂടി മഹത്തരമായേനെ. അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ സെക്രട്ടറിയെ നമ്മൾ പറയില്ലേ, പരമാവധി അതിനുള്ള ശിക്ഷ നൽകാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു. ഇവിടെ ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ മുഴുമിപ്പിച്ചില്ല. ഈ ജസ്റ്റിസ് നാരായണക്കുറുപ്പിൻ്റെ ഈ ഇറച്ചി പ്രദർശിപ്പിച്ച് വിൽക്കരുത് എന്നുള്ള ജഡ്ജിമെൻറ്റ് നടപ്പാവില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതിയിൽ എന്ത് കൊടുത്തു? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ അത് കേട്ട ജഡ്ജി അന്ന് എളമക്കരയിൽ നിന്ന് ഹൈക്കോടതി വരെ കാറിൽ പോകുന്ന സ്ഥലത്ത് ചുരുങ്ങിയത് 25 സ്ഥലത്ത് ഈ ഇറച്ചി പ്രദർശിപ്പിച്ച് വിൽക്കുന്നത് കാണാനുണ്ട്. പക്ഷേ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ കേസിൽ കൊടുത്തത് എന്താണെന്ന് അറിയുക ശ്രീ അനിൽ നമ്പി അഫിഡവിറ്റ്? ഇവിടെ ഒരു സ്ഥലത്തും ഇത്തരത്തിൽ ഇറച്ചി പ്രദർശിപ്പിച്ച് വിൽക്കുന്നില്ല. അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തുള്ള പരാതിക്കാരനായി എനിക്ക് ദുരുദ്ദേശപരമായിട്ട് പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ആ ജഡ്ജി ആ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അവസാനിപ്പിച്ചു. എനിക്ക് പെനാൽറ്റി അടിച്ചില്ല. ഈ ജഡ്ജിയുടെ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാവുന്നതാണ് അത്രയധികം ഇറച്ചി. അതുകൊണ്ടാണ് ഞാൻ ആ ജഡ്ജി അത്തരം കേസുകൾ കേൾക്കുന്ന സമയത്ത് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുക്കാനുള്ള കാരണമുണ്ടായത് അതാണ്. കാരണം എൻ്റെ വക്കീൽ പറഞ്ഞു നമുക്കൊന്ന് ക്ഷമിക്കുക, കാരണം അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിട്ട് ആ കേസ് അവസാനിപ്പിക്കേണ്ട നിലയിലേക്ക് കോടതി എത്തിയെങ്കിൽ ഞാനതിന് കോടതിയല്ല കുറ്റം പറയുന്നത്, ഇവിടുത്തെ വ്യവസ്ഥിതി അങ്ങനെയായിപ്പോയി. അപ്പം ഇന്നത്തെ വഞ്ചിയൂരിൻ്റെ പ്രശ്നത്തിൽ നടക്കാൻ പോകുന്നത് ഇവിടെ ഗോകുൽ പറഞ്ഞത് തന്നെയാണ്. എന്താണ് അവിടെ അങ്ങനൊരു സംഭവമേ പാർട്ടി സമ്മേളനമേ നടന്നിട്ടില്ല എന്ന നിലയ്ക്ക് നാളെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇവിടുത്തെ റിട്ടയേർഡ് പോലീസ് ഓഫീസർ പറഞ്ഞു നാളെ ജഡ്ജിക്ക് തീർച്ചയായിട്ടും ഇതിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ മുൻപോട്ട് പോകാൻ കോടതിക്കാവുള്ളൂ. ഇത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന വിധേയത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ വ്യവസ്ഥിതിയെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ശ്രീ അനിൽ നമ്പ്യാർ നമുക്ക് പറയാനുള്ളത്. ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. അവിടെ BJPക്ക് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ അവർക്കൊരു MLA പോലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ BJPയെ തൽക്കാലം ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നില്ല. പക്ഷേ ഇന്ന് ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവ് DGPയുടെ ഓഫീസിൻ്റെ മുൻപിൽ ഈ സംഭവം ഞങ്ങൾ അംഗീകരിക്കില്ല, അവിടെ ഇന്ന് ഇത് നടത്താൻ പറ്റില്ല, കാരണം ഇത് വൈകിട്ട് 6 മണിക്കൊന്നുമല്ല, ഈ സ്റ്റേജ് കെട്ടലൊക്കെ രാവിലെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു. പ്രതിപക്ഷത്തിന് ചെയ്യാനുള്ളത് കേവലം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം
ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊരു മാതൃകാപരമായിട്ട് ഇത്തരത്തിൽ റോഡ് അടച്ചുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു സ്റ്റേജ് നിർമ്മിച്ച് നാടകവും നിങ്ങളുടെ സമ്മേളനത്തിൽ CPM-ന്റെ സമ്മേളനവും നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവും കൂട്ടരും ഈ DGP-യുടെ ഓഫീസിലെടുത്ത് കേസ് എടുപ്പിക്കാൻ വേണ്ടി തയ്യാറാകണമായിരുന്നു. അതാണ് ഒരു പ്രതിപക്ഷ ധർമ്മത്തിലൂടെ ചെയ്യാനുള്ളത്. അത് MK ഹരിദാസിനും ശ്രീ ഗോകുലിനും ശ്രീ അനിൽ നമ്പ്യാർക്കും അല്ലെങ്കിൽ മറ്റൊരു നികുതിദായകനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഇത് എടുക്കണമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് തുല്യനല്ലേ പ്രോട്ടോകോൾ പ്രകാരം, അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. പക്ഷെ ശ്രീ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു 1000 വർഷം കൂടുമ്പോൾ പൊട്ടി വീഴുന്ന ഒരു നക്ഷത്രം കയ്യിൽ കിട്ടിയതിൻ്റെ ആനന്ദത്തിൽ നടക്കുന്ന അവരിതൊന്നും കാണുന്നില്ല. പ്രതിപക്ഷം ഇത് കാണുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ ചെയ്യാവുന്ന വലിയൊരു പ്രവൃത്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മേലിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സംസ്ഥാനത്തിൻ്റെ ഒരു ജില്ലയിലും റോഡ് അടച്ചു കെട്ടിയിട്ട് ഒരു സമ്മേളനമോ നാടകമോ നടത്താതിരിക്കത്തക്ക തോതിലുള്ള ഒരു നടപടിയെടുപ്പിക്കാൻ പ്രതിപക്ഷത്തിനായെങ്കിൽ അത് വലിയൊരു സന്ദേശമായിരുന്നു, വലിയൊരു ഉദാഹരണമാകുമായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കൊച്ചിയിലിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഗൂഗിൾ എവിടെ ഇരിക്കുകയെന്ന് എനിക്കറിയില്ല, മറ്റേ റിട്ടയേർഡ് SP എവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ല. നമ്മളിതിരുന്ന് ചർച്ച ചെയ്തിട്ട് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാമെന്നല്ലാതെ ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനുണ്ട്. അനിൽ നമ്പ്യാർ, എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ട്. എനിക്ക് കൽക്കത്തയിൽ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, എൻ്റെ വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരുണ്ട്. അവർ പറയുന്ന ഇതെന്താണെന്നറിയോ, CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകൾ തുറന്നിട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് അവിടേക്ക് വരണമെങ്കിൽ ആ പ്രദേശത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആളുകളെ നിർത്തേണ്ട അവസ്ഥയിലേക്ക് ബംഗാളിൽ ഇത്തരത്തിലുള്ള ഗുണ്ടായിസം കാണിച്ചതിൻ്റെ പേരിൽ CPM-ന് ഒരു അപച്യുതി വന്നു, CPM-ന് ഒരു അധപ്പതനം വന്നു എന്നുള്ള ബോധം ഇവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നല്ലത്. അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷത്തേക്കൊന്നുമില്ലെങ്കിലും 15 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3 ടേം ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ CPM-ന്റെ ഏരിയ സെക്രട്ടറിമാർക്ക് ഏരിയ ഓഫീസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ പൊട്ടിവിടർന്നു വരുന്ന, അത് BJP-യുമല്ല കോൺഗ്രസുമല്ല, മറ്റൊരു ശക്തി ഇവിടെ ഇവരുടെ ഈ ഗുണ്ടായിസത്തിനും ഇവരുടെ ഈ ധാർഷ്ട്യത്തിനും എതിരായി രൂപം കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനൊന്നും അപ്പോഴേക്കൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ആ ശക്തിക്കെതിരായിട്ട് ഇത്തരത്തിൽ ഇവർക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറയാനുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരിക്കുമെന്ന ഒരു വിശ്വാസത്തിൽ മാത്രം നമുക്ക് ഈ ചർച്ചയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശ്രീ അനിൽ നമ്പി. യെസ് യുവരാജ്, നിയമങ്ങളുണ്ട്, നിയമങ്ങൾ നടപ്പിലാക്കാൻ കോടതി ഉത്തരവുകളുണ്ട്. പക്ഷേ നേരത്തെ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യവസ്ഥിതി മാറുന്നില്ല. ആ വ്യവസ്ഥിതി മാറ്റാൻ ആര് മുൻകൈ എടുക്കണം? ഇതിനകത്ത് ഈ വ്യവസ്ഥിതി മാറണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ വ്യവസ്ഥിതി മാറണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കീർത്തി അക്രയിലും മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കാശ്മീരിൽ പോലീസുകാരുടെ കൂടെ നിന്ന് തന്നിരുന്നെങ്കിൽ ഈ തീവ്രവാദികളെ ഞങ്ങൾ അടിച്ചൊതുക്കിയേനെന്ന്. ഏതാണ്ട് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് അതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥരെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നമ്മൾ കഴിഞ്ഞ മാസം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്, നവീൻ ബാബുവിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ഉറച്ച നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോയ ആളാണ്. ആ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADM ആയിട്ടുണ്ടായിരുന്ന ഒരാൾക്ക്, അത്രയും ഉന്നത പദവിയിലിരുന്ന ഒരാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും നമുക്കറിയില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ, അദ്ദേഹത്തിന് ആരെങ്കിലും കൊന്നതാണോ നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഈ പറയുന്ന മാഫിയക്കെതിരായിട്ട്, അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നിട്ട് കൂടിയും ഈ പറയുന്ന മാഫിയക്കെതിരായിട്ടൊരു നിലപാടെടുത്തു എന്നുള്ളതാണല്ലോ അദ്ദേഹം ഇന്ന് ഭൂമുഖത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇതിനെതിരെ നടപടിയെടുക്കുമെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒരിക്കലുമില്ല. നമുക്കിപ്പോൾ നഗരസഭാ സെക്രട്ടറിയെ കുറ്റം പറയാം, അവിടുത്തെ മറ്റ് പല ഉദ്യോഗസ്ഥരെയും കുറ്റം പറയാം, നമുക്ക് പോലീസുകാരെ കുറ്റം പറയാം, നമുക്ക് ഈ പറയുന്ന ജഡ്ജിമാരെ, വക്കീലന്മാരെ, അവിടെ ഉള്ള സർവ്വ സംവിധാനത്തിനെയും കുറ്റം പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവർ സാധാരണ മനുഷ്യരാണ്. അവർക്ക് വീടുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്, അവർക്ക് നാളെയും ജീവിക്കണമെന്നേ. അവർക്ക് ഒരു മുഴം കയറിൽ സ്വയം തൂങ്ങിയായാലും ആരെങ്കിലും കെട്ടിത്തൂക്കുന്നതായാലും ശരി തന്നെയാണ്, അവർക്ക് അവസാനിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആ തലത്തിൽ ഒരു സംവിധാനം, അതും ഭരണപക്ഷത്ത് നിന്നുകൊണ്ട്, ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഭയക്കും. അവർ ഭയന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സിസ്റ്റം
ഇങ്ങനെ മാത്രമേ ഓടൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി ചെന്നെത്തും. ഇതിൻ്റെ എൻഡ് റിസൾട്ട് അനുഭവിക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മാത്രമേ ഇതിനെ തിരുത്തുവാനും സാധിക്കുകയുള്ളൂ. ശ്രീ ഹരിദാസ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിനുള്ള മറുപടി കൊടുക്കാൻ ജനാധിപത്യപരമായി മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ എന്നേ. ജനാധിപത്യപരമായി നമുക്ക് സ്വന്തമായി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. നമുക്ക് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സ്വയം തീരുമാനമെടുത്ത് ചെയ്യാൻ പറ്റുന്ന അതിനകത്തേക്ക് പൊതുജനം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സിസ്റ്റത്തിനെ നമുക്ക് പരിപൂർണമായിട്ടും തച്ചുടച്ച് ശരിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലാത്തിടത്തോളം കാലം ഈ ഗുണ്ടായിസം ഇവിടെ ഇങ്ങനെ തന്നെ ഓടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിനെതിരെ അങ്ങനെ കണ്ണടച്ചു പോകാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ആ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ്? അദ്ദേഹം സഹകരണാത്മക പ്രതിപക്ഷ നേതാവാണ് എന്നാണ് അദ്ദേഹത്തെ സ്വയം വിളിക്കുന്നത്. ഈ വിമൽ കുമാർ എന്നാണ് ഞാൻ എന്നെ സ്വയം വിളിക്കുന്നതെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തെ വിളിക്കുന്നത് സഹകരണാത്മക പ്രതിപക്ഷ നേതാവെന്നാണ്. അപ്പോൾ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് സഹകരണാത്മകമാണ്. അദ്ദേഹം പിണറായി വിജയൻ്റെ ബാക്കി വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് സഹകരണാത്മകമാണ്. CPM ജനങ്ങളെ വഴിതടഞ്ഞ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ശരി തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് സഹകരണാത്മക പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരണത്തോടു കൂടിയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. ഇനി BJP അതിനകത്ത് കയറി ഇടപെടാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഉണ്ടാകാൻ പോകുന്നത് വലിയ സംഘർഷമാണ്. മഞ്ചൂരിൽ ഇന്ന് രാത്രിയിൽ വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇരുഭാഗത്തും ചേരി തിരിഞ്ഞ് അടിയുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും തിരുവനന്തപുരം നഗരത്തിനകത്ത്. അത് കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ BJPക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ തന്നെ BJPയോട് പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. BJPക്കാരായിട്ടുള്ള ആൾക്കാർ പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. നിയമത്തിൻ്റെ സംവിധാനത്തിലൂടെ മാത്രമേ നമുക്കതിനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നിയമം നോക്കുകുത്തിയാണ്, നിയമം കണ്ണുകെട്ടി നിൽക്കുകയാണ്. നമുക്കവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യെസ്, സക്രിയ സാർ, ഇതിങ്ങനെ കയറൂരി വിടാൻ പറ്റുമോ? ഇവരുടെ ഗുണ്ടായുസത്തിന് മുന്നിൽ തലകുനിച്ച് വിനീത വിധേയരായി ഇങ്ങനെ നിൽക്കണം, പഞ്ചപുച്ഛം അടക്കി നിൽക്കണം. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇതിനെ നിയമപരമായി തന്നെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ചില സന്ദേശങ്ങൾ വരുന്നുണ്ട്. ചില റിട്ടയേർഡ് ജഡ്ജിമാർ അവർ പറയുന്നുണ്ട് ഇത് ഹൈക്കോടതി ടേക്കപ്പ് ചെയ്യണം, ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം കൊണ്ടുവരണം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഒരു നടപടി വേണം, ഇതിനൊരു അവസാനം ഉണ്ടാവണ്ടേ? എന്ത് തോന്നിയാസം കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി പ്രതികരണശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ഏറെക്കുറെ രാഷ്ട്രീയ പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ സീനിയറിനെ 89 ബാച്ചിൽപ്പെട്ട ഓഫീസേഴ്സിനെ സൂപ്പർസീഡ് ചെയ്ത് 90-ലെ ആളിനെ ഇതുവരെ ഒരു മേജർ കേസ് അന്വേഷിക്കുകയോ ഒരു മേജർ ആക്ഷൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ അവിടുന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി മാം പിന്നെ ഹസ്ബൻഡിനെക്കാട്ടിലും കുറെ കൂടെ ആക്റ്റീവായിട്ട് വരുമെന്നാണ് വിചാരിച്ചത്. കാരണം സ്ത്രീകൾ അവർക്ക് നല്ല പദവി കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റിന്റെ ബ്യൂറോക്രസിയുടെ ചീഫായിട്ടിരിക്കുമ്പോഴൊക്കെ അവർ എക്സേർട്ട് ചെയ്യും, അവിടെ ആ തൻ്റെ ഇടം കാണിക്കും. നമ്മൾ കണ്ടല്ലോ ഡൽഹിയിലൊക്കെ കിരൺ ബേഡിയൊക്കെ ചെയ്ത പോലെ. അപ്പൊ എവിടുന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പൊ ഇത് ജനം അനുഭവിക്കേ പറ്റുള്ളൂ. കാര്യം ഇത് നമ്മൾക്ക് വിധിക്കപ്പെട്ടതാണ്. നമുക്കിതല്ല വേറെ ഒന്നുമില്ല. കാരണം പ്രതികരണശേഷിയില്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞല്ലോ, കോംപ്രമൈസിങ് പേഴ്സൺ ആണെന്നും അന്തർധാരയാണെന്നും ഒക്കെ ശ്രീ ഹരിദാസും അല്ലെങ്കിൽ ഗോകുലും ഒക്കെ പറഞ്ഞല്ലോ. ഈ അന്തർധാരയൊക്കെയാണ് നമ്മളെ ചെയ്യുന്ന. അവരെല്ലാവരും കൂടെ നമ്മുടെ സ്റ്റേറ്റിന്റെ റിസോഴ്സസ് ആസ്വദിച്ച് ജീവിക്കുന്നു. ഇപ്പൊ ഒരു നല്ല ഒരു വണ്ടി ഇപ്പോഴത്തെ ക്രിസ്റ്റയോ അല്ലെങ്കിൽ ഫോർച്യൂണറോ മാറ്റിയിട്ട് ഒരു ബെൻസ് വാങ്ങിച്ചു കൊടുത്താൽ അവർ സൈലന്റ് ആകും. ഇവർക്ക് ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. അവർക്ക് പൊതുസമൂഹത്തിൽ കൂടി ആള് കളിച്ച് നമ്മുടെ ആനന്ദപ്രദമാക്കണമല്ലോ അവർക്ക്. അതും തീർച്ചയായിട്ടും പെൻഷൻ എല്ലാം കിട്ടി സുഭിക്ഷമായിട്ട് ജീവിക്കണം. പിന്നെ ഗാന്ധി ജയന്തി ദിനത്തിലൊക്കെ ഗാന്ധിജിയൊക്കെ ഓർക്കും. പക്ഷെ അദ്ദേഹമൊക്കെ പ്ലെയിൻ ലിവിങ് ഹൈ തിങ്കിങ് ആയിരുന്നു. ഗാന്ധിജി പ്ലെയിൻ ലിവിങ് ഹൈ തിങ്കിങ് ആണ്. ആ ലാളിത്യമൊന്നും ഇവർക്ക് ഇല്ലല്ലോ. ഇപ്പൊ ഹൈ തിങ്കിങ്ങും ഇല്ല, ജനമാണ് എല്ലാം എന്ന് ചിന്തിക്കാനുള്ള ഗാന്ധിയൻ ഫിലോസഫി, ഗാന്ധിയൻ തോട്ട്സ് ഇവർക്ക്. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ളൂ ജനങ്ങൾക്ക്. ഇതൊക്കെയാണ് വന്നത്. ഗാന്ധിജി തന്നെ പറഞ്ഞല്ലോ, ഐ ഫോട്ട് ഫോർ ഫ്രീഡം, വിൽ യു ഫൈറ്റ് ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ. ഇന്ത്യ മൊത്തം തകർന്ന് നശിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാര്യം അദ്ദേഹം ദീർഘവീക്ഷണമുള്ള വലിയ ഉന്നത വ്യക്തിയായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യാനാ? ഈ പറഞ്ഞവർക്ക് ആർക്കും ഇല്ല. അവർക്ക് സുഖം, നമ്മുടെ ചെലവിൽ അവർ സുഭിക്ഷമായിട്ട് അവർ ജീവിക്കുന്നു. അവർക്ക് അതിനപ്പുറത്തോട്ട് ജനങ്ങളോട് എന്ത് കൂറ? പിന്നെ അവർക്ക് മുദ്രാവാക്യം വിളിക്കുന്നവരും പോസ്റ്റർ ഒട്ടിക്കുന്നവരോടും കുറെ പേരോട് കാണും.
നമ്മുടെ ജനാധിപത്യം ഇതിൽ നിന്നെല്ലാം ഉയർന്നിട്ട് ജനങ്ങളാണ് ജനാധിപത്യത്തിലെ മാസ്റ്റേഴ്സ്. എല്ലാവരും പ്രസംഗത്തിൽ പറയുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം, എന്നിട്ട് ജനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ പാർട്ടികൾ വേണ്ടെന്നല്ലേ. എന്റെ IPS ട്രെയിനിങ്ങിന് ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോൾ അവിടെ പബ്ലിക് സ്പേസ് ഉണ്ട്, അവിടെ കൂടാൻ പറ്റുള്ളൂ, അതിന് പുറത്ത് പറ്റത്തില്ല. നല്ല രാജ്യങ്ങളിലെല്ലാം ജനങ്ങൾക്കാണ് പ്രാധാന്യം. ഇവിടെ പാർട്ടി ഇത് ഏറ്റെടുക്കുവാണ്. കാര്യം അവരാണിത്, അവരുടെ മേളിൽ അവരുടെ മേൽക്കോയ്മ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മളെ അടിമ പോലെ ജീവിപ്പിക്കുവാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ. അവിടെ അടിമത്തമാണ്. ഈ അടിമത്തം മാറി ലിബറേറ്റ് ചെയ്യണമെങ്കിൽ വലിയ വലിയ ലീഡേഴ്സ് നമുക്ക് ഉണ്ടാകണം. ഇന്നത്തെ ലീഡേഴ്സ് കൊണ്ട് ഈ പറയുന്ന അക്രമങ്ങളെ ഇല്ലാതാക്കി നമുക്ക് സ്വപ്നതുല്യമായ ഒരു സമൂഹത്തെ തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ചിന്ത. യെസ്, എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എല്ലാ ആഴ്ചയും ഓരോ ജില്ലകൾ സന്ദർശിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ചുരുങ്ങിയ വർഷം ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഈ കമാനങ്ങൾ, അതുപോലെ ഈ ഫ്ലെക്സ് ബോർഡുകൾ, ഇതൊക്കെ മാറ്റാൻ അത് ഉപകരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ സന്ദർശനം. പൊതു റോഡുകൾ കയ്യേറരുത്, പൊതുഗതാഗതം തടസ്സപ്പെടുത്തരുത്, റോഡിൽ കമാനങ്ങളോ ഫ്ലെക്സുകളോ പാടില്ല. ഹൈക്കോടതി വിധികൾ ഏറെയുണ്ട്, അത് അപ്ഹോൾഡ് ചെയ്യുന്ന സുപ്രീം കോടതി വിധികളുണ്ട്. ഇതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാണ് CPMൻ്റെ കലാപരിപാടികൾ. ഇതിലൊക്കെ ഉപരി മനുഷ്യാവകാശ ലംഘനവും, ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ ഹനിക്കപ്പെട്ടത്. അതിൽ നടപടിയെടുക്കേണ്ട പോലീസാണ് സ്റ്റേജ് നിർമ്മാണത്തിന് കുട പിടിച്ചു കൊടുക്കുന്നത്. സഖാക്കന്മാരെ കണ്ടാൽ സകലതും മറന്ന് വിടുപണിയെടുക്കുന്ന പോലീസ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടണം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.